നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വലിയൊരു അപകടത്തിൽ നിന്ന് മുടിനാരിഴയ്ക്ക ഇപ്പൊ നീ രക്ഷപ്പെട്ടത് എന്റെ ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഭസ്മായനെ. ഒരു നിമിഷം ഞാൻ മരണത്തെ മുന്നിൽ കണ്ടു എന്ന് വേണം പറയാൻ. ശരിയാ, മരണത്തിന്റെ പുറകെ പോയി മറ്റൊരു അപകടത്തിൽ ചാടാൻ പാടില്ല. നിനക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു പ്ലാനും ഇനി നമുക്ക് വേണ്ട. ചേച്ചി പറയുന്നത് പോലെ ചെയ്യാം. നമ്മൾ ഈ ശ്രമിക്കുന്നത് ആരെയും ദ്രോഹിക്കാനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രീ മഹേശ്വരൻ നമുക്കൊപ്പം ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ. ഏതായാലും ശ്രേയേ ഹൈമവതിയും ഇനി എന്റെ നിരീക്ഷണത്തിലായിരിക്കും. അധിക നാൾ അവർക്ക് ആ പുതപ്പിന്റെ മറ ഉണ്ടാവില്ല. അത് മാത്രമല്ല ആന്റി, അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. വിവാഹശേഷവും അത്ര സുഖകരമായ ദാമ്പത്യമൊന്നും കിട്ടിയതുമില്ല. അപ്പൊ പിന്നെ വട്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇത് തന്നെയാ ഞാനും പറഞ്ഞേ. പക്ഷേ ഇനി നമ്മൾ സൂക്ഷിക്കണം. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ചാ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാ. നമ്മളോ? അതെ ആന്റി, ഈ ആത്മഹത്യാ നാടകം ഒരുപക്ഷെ നമുക്കിട്ടുള്ള പണിയാണെങ്കിലോ? എന്തു പണി? ഇവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്തം നമുക്കാ. കൂടുതലും നാത്തൂനും രാഹുലിനും. അതെ, അവളോട് നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാ. അപ്പൊ പിന്നെ അവള് വല്ല കത്തും എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താ നമ്മൾ പെടും. നിങ്ങൾ പറഞ്ഞത് ശരിയാ, അവക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇപ്പോഴാണെങ്കി മഹിയും എതിരാ. അതെ ആന്റി, ആന്റി ഇതിനെ സീരിയസ് ആയിട്ട് കാണണം. എങ്ങനെയെങ്കിലും മഹേട്ടിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആന്റി പറഞ്ഞാൽ മാത്രമേ മഹേട്ടിന് മനസ്സിലാവൂ. അതെ അതെ നാത്തൂനെ. പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം മഹിയോട് പറഞ്ഞാ അവൻ വിശ്വസിക്കുന്ന സംശയം. ആന്റി പറഞ്ഞ മഹേട്ടൻ വിശ്വസിക്കും. അല്ലെങ്കിലും കാര്യങ്ങൾ മഹേട്ടിന് നേരിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരുപക്ഷെ ഇനി ഇത് വല്ല മനോരോഗം ആണെങ്കിൽ അതിന് ചികിത്സ കൊടുക്കുകയും ചെയ്യാമല്ലോ. അതെ, അവൾക്ക് ഭ്രാന്താണെന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ പേടിക്കണ്ട, നമ്മൾ സേഫായി. എന്തായാലും ഗംഗ ഇങ്ങനെ വിട്ടാ അത് ദോഷം ചെയ്യും. പിന്നെ ആന്റി, ഇതവളുടെ ബുദ്ധിയാവാനും സാധ്യതയുണ്ട്. മഹേട്ടിനിപ്പോ അവളോടുള്ള അകൽച്ച ഒരുപക്ഷെ ഈ അപകടത്തോടുകൂടി മാറും. മഹേട്ടിനെ വരുതിക്ക് കൊണ്ടുവരാൻ ഗംഗ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവൾക്ക് സാധിച്ചില്ല. അതിനു കൂടെയാണോ ഈ ബുദ്ധിയെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ അഭിനയിച്ച് അവൾ എന്തൊക്കെ കള്ളത്തരങ്ങളെ കാണിക്കുന്നത്. ഇനി എത്രയൊക്കെ നാടകം കളിച്ചാലും മഹിയുടെ ജീവിതത്തിലോ മനസ്സിലോ ഇനി അവൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അതിനെന്താ വേണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.